آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അങ്ങനെ ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഓതിയ ആയത്ത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കുവാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണത്രേ അത്, അതായത് സ്വർഗം. നമ്മുടെ ഇന്നത്തെ വിഷയം സ്വർഗം ഉറപ്പാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയും അതിലൂടെ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ സകല കർമ്മങ്ങളും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ നയിക്കുന്നത് നമ്മുടെ നെയ്യത്ത്. ആ പ്രവർത്തനങ്ങൾ മൂലം, ആ ത്യാഗങ്ങൾ മൂലം നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ പ്രവർത്തനങ്ങളും, നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ സുജൂദും റുക്കോവും, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ തൃപ്തിയും അതുവഴി ലഭിക്കുവാനിരിക്കുന്ന സ്വർഗവുമാണ്. പലപ്പോഴും നമ്മുടെ ആളുകൾ നരകത്തെക്കുറിച്ച് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞു തരുന്നത് കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വർഗത്തെക്കുറിച്ച് മോഹിപ്പിക്കുന്ന,
സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കോൾമയർ കൊള്ളുന്ന, ആ സ്വർഗത്തിലേക്ക് പടച്ചവനെ ഞങ്ങളെ എത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ആ സ്വർഗം കൺകൊണ്ട് കാണാനും അതിലെ സുഖാസ്വാദനങ്ങൾ ജീവിതത്തിൽ ആസ്വദിക്കുവാനും, അള്ളാഹുവെ എന്തെല്ലാമാണ് മാർഗങ്ങൾ, ആ മാർഗങ്ങളിലേക്ക് ഞങ്ങളെ നീ കൈപിടിച്ചെത്തിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന അത്തരം ഒരു ഉത്സാഹഭരിതമായ ഒരു സംസാരം പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. നരകത്തിൻ്റെ ഭീകരമായ ശിക്ഷകളെക്കുറിച്ചും നരകത്തിൻ്റെ തീക്കൊണ്ടാരങ്ങൾ കത്തിയെരിയുന്നതിനെക്കുറിച്ചും അതിൻ്റെ തീജ്വാലകളെക്കുറിച്ചും അതിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പാപികളായ മനുഷ്യരെക്കുറിച്ചുമെല്ലാം നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ നാം ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആൻ മനസ്സിലാക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ കാണുന്നത് പ്രവാചകന്മാരെ അള്ളാഹു ബഷീറൻ എന്നാണ് ആദ്യം പറഞ്ഞത്. സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാണ് ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് നദീർ, താക്കീതുകാർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വർഗമെന്ന മഹാസൗഭാഗ്യം, സ്വർഗമെന്ന കോരിത്തെരിപ്പിക്കുന്ന സന്തോഷപരമായ ജീവിതത്തിൻ്റെ സകല ഐശ്വര്യങ്ങളുടെയും നിറകുടമായ സ്വർഗത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് എന്ന് തോന്നിയതിനാണ് വളരെ കുറഞ്ഞ ആളുള്ള ഈ ക്ലാസ്സിൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നാം ധൈര്യപ്പെടുന്നത്. കാരണം സ്വർഗം അതൊരനുഭൂതിയാണ്. ആ സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ പരമമായ ലക്ഷ്യം സ്വർഗമായി കരുതുകയും അതിലേക്ക് എത്തിച്ചേരുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാനാണ് നാം എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. സഹാബ കിറാമുകളെ അള്ളാഹുവിൻ്റെ റസൂല് യുദ്ധമുന്നണിയിലേക്ക്, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് അവരെ ഉത്തേജിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന സ്വർഗം പറഞ്ഞുകൊണ്ടായിരുന്നു. നരകത്തിൻ്റെ തീക്ഷണമായ ശിക്ഷാവിധികൾ പിന്നീടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആൻ മനസ്സിലാക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആയത്ത് എന്താണ്? അള്ളാഹു നമ്മളോട് നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്, അള്ളാഹു നമ്മളെ വിളിക്കുകയാണ്, അള്ളാഹു നമ്മളോട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഏതിലേക്ക്? വസാരിഊ, നിങ്ങളെന്ത് ചെയ്യണം? മുൻകടന്നു വരണം, ധൃതിയോട് ഓടിയെടുക്കണം. നടന്നു വന്നാൽ പോരാ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ 15 ദിവസമായിട്ട് നമ്മൾ റമദാനിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ ശൈലിയിൽ നിന്ന് വിഭിന്നമായി പകൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിന്ന് നമസ്കരിക്കുകയും ആകാശത്തേക്ക് കൈ ഉയർത്തി കണ്ണീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പാപങ്ങൾ വിട്ടുപുറത്ത് പടച്ചവനെ ഞങ്ങൾക്ക് നീ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകണമേ എന്ന് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉത്സാഹിച്ചത് അള്ളാഹുവിൻ്റെ ഈ ആയത്ത് കൂടി കണ്ടിട്ടാണ്. വസാരിഊ, നിങ്ങൾ കടന്നു വരണം, അല്ലെങ്കിൽ ഉത്സാഹത്തോടെ ഓടി വരണം. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്കും, അർളുഹസ്സമാവാതു വൽ അർളു, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ മഹത്തായ പാപമോചനത്തിലേക്കും നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ ഓടി വരിക. കാരണം ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, സൂക്ഷ്മാലുക്കളായ ആളുകൾക്കാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങൾ, അതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പരിമിതമായ ഒരു സമയത്തിലാണ്, ഒരു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിതിൽ എത്താവുന്നത്ര ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം സ്വർഗത്തിൽ കടക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യനെ അവിടുത്തെ സുഖാനുഭവങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം അവിടെ കൊട്ടാര സമാനമായ വീടുകൾ ലഭിക്കുമെന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്വർഗത്തിൽ വീട് വേണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ സഹാബികൾക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരുപാട് വീടുകൾ അവരിവിടെ നിന്ന് തന്നെ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, അള്ളാഹു സൂറത്ത് തൗബയിൽ ഇങ്ങനെ പറയണം, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്നിൻ. സൂറത്ത് തൗബയിൽ അള്ളാഹു പറയാണ്, സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ അതിൽ നിത്യവാസികളായിരിക്കും.
സ്ഥിരവാസത്തിലുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടെ പാർപ്പിടങ്ങൾ എന്നാണ് പറഞ്ഞത്, ഒരു വീട് എന്നല്ല, മറിച്ച് അള്ളാഹു ഒരുപാട് വീടുകൾ സത്യവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഓഫർ നമുക്കറിയാം, ദുനിയാവിലൊരു വീട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷകരമായൊരു കാര്യം. മിക്ക ഗൾഫുകാരുടെയും പ്രാഥമികമായ ഗൾഫിലേക്ക് കടന്നു വരാനുള്ള ലക്ഷ്യങ്ങൾ 3 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഒന്ന്, അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ, നിലനിൽപ്പിന് ആവശ്യമായ, സമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരാവശ്യം. 2, മാന്യമായ ഒരു പാർപ്പിടം. മറ്റൊന്ന്, മക്കളുടെ വിവാഹം. ആദ്യം പറഞ്ഞതിൽ മക്കളുടെ വിദ്യാഭ്യാസവും ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2ാമത് വീട്, 3ാമത് മക്കളുടെ വിവാഹം, പ്രത്യേകിച്ച് മക്കളെ വിവാഹം കഴിച്ചാണ്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 95% ആളുകളും പ്രവാസിയാകുന്നത്. അപ്പോൾ അതിലൊരു ലക്ഷ്യമായ വീട്, ആ ഒരു വീട് സുന്ദരവും മനോഹരവും നമുക്ക് എപ്പോഴും ശാന്തിയും സമാധാനവും നൽകുന്നൊരു പാർപ്പിടമാകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഖുർആൻ വീടിനെക്കുറിച്ച് സൂചിപ്പിച്ചത് മസ്കൻ എന്നാണ്, ശാന്തി ലഭിക്കുന്ന ഇടം. വീടിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ, ലോകത്തെ ഏത് ഭാഗത്തേക്കും മനുഷ്യൻ യാത്ര ചെയ്താലും അവൻ്റെ മനസ്സ് പിന്നോട്ട് വിളിക്കുന്ന, ശരീരത്തെ പിന്നോട്ട് മാടി മാടി വിളിക്കുന്ന ഒരിടമാണ് വീട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോയാലും തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്നാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ പുറകിലേക്ക് വിളിച്ച് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്തുഷ്ടിയുടെയും ആഹ്ലാദത്തിൻ്റെയും ആമോദത്തിൻ്റെയും എല്ലാം ഇടമായ പാർപ്പിടം വീട്, ആ വീട് എന്നുള്ളതൊരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയാണ് നാം പണിയെടുക്കുന്നത്. അത് നമ്മുടെ വീട് ഇന്ന സ്ഥലത്ത് വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. വീടിൻ്റെ മുമ്പിൽ കൂടി ഒഴുകുന്ന ഒരു പുഴ, ആ പുഴയോരത്ത് നിന്ന് വീട്ടിലേക്ക് നല്ല പുല്ല് പിടിപ്പിച്ച് കല്ല് പാകിയ കൊട്ടാര സദൃശ്യമായൊരു വീട്, വൈകുന്നേരത്തെ സൂര്യരശ്മികളേറ്റ് ഒരു കസേരയിട്ട് ആ പുഴയോരത്തിരുന്ന് കട്ടൻ ചായയും കടലയും കുറിച്ച് തിന്ന് ശാന്തിയോടും സമാധാനത്തോടെയും ഇരിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിത സായാഹ്നങ്ങളിൽ അവൻ ആലോചിക്കുന്നത്. ഇളങ്കാറ്റേറ്റ് പുൽത്തകിടിയിൽ വളരെ സന്തോഷവാനായിരിക്കുവാനാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അതിനേക്കാളെല്ലാം ഉപരിയായി ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത വിശിഷ്ടമായ ഭവനങ്ങളാണ് സ്വർഗത്തിൽ നിങ്ങൾക്കൊരുക്കിയിരിക്കുന്നത് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തഹ്രീമിലെ അവസാനത്തെ ആയത്തുകളിൽ സത്യവിശ്വാസികൾക്ക് മാതൃകയായി ഒരു മഹദിയെ അള്ളാഹു ഉപമിച്ചിട്ടുണ്ട്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔന്റെ ഭാര്യ ആസിയ ബീവി പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമ കൊണ്ടുവന്ന സത്യസന്ദേശം സത്യമാണെന്ന് മനസ്സിലാക്കുകയും അത് പിൻപറ്റുകയും ചെയ്ത ആസിയ ബീവി, രാജാവിൻ്റെ ഭാര്യ, രാജ്ഞി എന്ന നിലയെല്ലാം വിട്ട് സത്യസന്ദേശം ഉൾക്കൊണ്ട മഹദിയായിട്ട് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തണം. അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും, സത്യവിശ്വാസികൾക്ക് മാതൃകയായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ആസിയ ബീവിയെ. ഖുർആൻ അള്ളാഹുവിനെ നിഷേധിച്ച ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ഫിർഔനിൻ്റെ ഭാര്യയെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലോകാവസാനം വരെയുള്ള മുഅ്മിനുകൾക്ക്, സത്യവിശ്വാസികൾക്ക് മാതൃകയായി ഖുർആനിൽ ചൂണ്ടിക്കാണിച്ചത്. ആ മഹദി മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോൾ ഫിർഔൻ അവരെ വളരെ മ്ലേച്ഛമായ, വളരെ ക്രൂരമായ രൂപത്തിൽ, അങ്ങേയറ്റത്തെ പീഡിപ്പിക്കുന്ന രൂപത്തിൽ അവരുടെ കൈകളിലും കാലുകളിലും വലിയ കുരിശിന്മേൽ ഇരുമ്പാണികൾ തറച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. 2 കാലിലും 2 കൈയിലും നാട്ടി നിർത്തപ്പെട്ട മരക്കുരിശിൽ അവരുടെ കൈകളിലും കാലുകളിലും 4 ആണികൾ അടിച്ച് അവരെ ക്രൂരമായി മ്ലേച്ഛമായി പീഡിപ്പിച്ചു കൊന്നു എന്ന് ഖുർആൻ
ചരിത്രകാരന്മാർ അവരുടെ ഫിർഔനിൻ്റെ ആ ശിക്ഷാവിധിയുടെ രൂപം വരച്ച് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് മരണപ്പെടാൻ പോകുന്ന സമയത്തിന് മുമ്പേ തന്നെ അവർ പ്രാർത്ഥിച്ചിരുന്നു. കാരണം മൂസ അലൈഹി ഇസ്ലാമിൽ ഫിർഔനിൻ്റെ ഭാര്യയായ രാജ്ഞിയെ വിശ്വസിച്ചിരിക്കുന്നു അറിഞ്ഞപ്പോൾ മുതൽ ഫിർഔൻ ഇവരെ പീഡിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. എന്താണ്? അല്ലാഹുവേ റബ്ബി, പിന്നെ പ്രാർത്ഥിക്കണ കാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് സ്വർഗത്തിൽ നീ ഒരു വീടുണ്ടാക്കി തരണമേ എന്നായിരുന്നു ആസിയ ബീവി പ്രാർത്ഥിച്ചത്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു, ആസിയ ബീവിയുടെ ക്രൂശിലേറ്റുന്ന മ്ലേച്ഛമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്ന ആസിയ ബീവി അവരുടെ മരണത്തോടെടുക്കുന്ന സമയത്ത് അനുഗ്രഹത്തിൻ്റെ മാലാകമാർ വന്ന് സ്വർഗത്തിൻ്റെ വീട് അവരെ കാണിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന സാക്ഷാത്കാരമായി എന്ന് അവർ അറിഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഈ ദുനിയാവിൽ നിന്ന് അവരിവിടെ പറഞ്ഞത്. അവർ മരണപ്പെട്ട അതേ സമയം തന്നെ സ്വർഗത്തിലെ ആ വീടുകളിലേക്ക് എത്തിയെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത് ആസിയ ബീവി ഫിർഔനിൻ്റെ ഭാര്യയായിട്ട് പോലും അവർ പ്രാർത്ഥിച്ചിരുന്നത് സ്വർഗത്തിൽ എനിക്കൊരു വീട് പണിത് തരണമേ എന്നാണ്. അപ്പോൾ സ്വർഗത്തിലെ വീട് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഓഫറാണ്. ആ ഓഫർ ലഭിച്ചു എന്ന് ഖുർആൻ തന്നെ പറയുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ആസിയ ബീവി. ആസിയ ബീവിയെക്കുറിച്ച് ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ട് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഞാനീ പറഞ്ഞത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് റമദാനുകൾക്ക് ഒരു സാക്ഷികളായിട്ടുണ്ട്, ഒരുപാട് രാത്രി നമസ്കാരങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്, ഒരുപാട് ഫർദ് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് കൈ ഉയർത്തിയിട്ട് പടച്ചവനെ റബ്ബി ജഅൽനി, അല്ലെങ്കിൽ പിന്നെ റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ നിന്റെ അടുക്കൽ എനിക്കൊരു വീട് എനിക്ക് നീ പണിത് തരണമെന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി നാം ചോദിക്കുക. ഇനി അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ നിന്റെ പക്കൽ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് പണിത് തരണമെന്ന് പ്രാർത്ഥിക്കുക. ആസിയ ബീവി പ്രാർത്ഥിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബ കിറാമും ശേഷമുള്ള സ്വാലിഹീങ്ങൾ മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുക. എന്ത്? റബ്ബി ബിനിലി ബൈതൻ ഇൻദകൽ ജന്ന, എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു തരണമേ റബ്ബൻ. എൻ്റെ നമസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ സക്കാത്ത്, എൻ്റെ ഹജ്ജ്, എൻ്റെ റമദാനിലെ മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും മുൻനിർത്തി ഞാൻ റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരണമേ റബ്ബേ. നിന്റെ അടുത്ത് ഇൻദക ബൈതം ഫിൽ ജന്ന, നിന്റെ അടുത്ത് എനിക്കൊരു സ്വർഗത്തിൽ ഒരു വീട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വീട് കിട്ടുവാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട, ചെറുതും വലുതുമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, പെട്ടെന്ന് സ്വർഗത്തിൽ വീടുണ്ടാകിട്ടുന്ന, അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അള്ളാഹു പറയാണ്, വമസാകിന ത്വയ്യിബത്തുൻ ഫീ ജന്നാതി അദ്നിൻ ദാലികൽ ഫൗസുൽ അളീം, സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളിലെ വിശിഷ്ടമായ വസതികളിലും അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതത്രേ മഹത്തായ ഭാഗ്യം. അപ്പോൾ ഒരു മനുഷ്യന്റെ മഹത്തായ ഭാഗ്യം എന്ന് പറയുന്നത് സ്വർഗപ്പൂങ്കാവനത്തിൽ, ഒരു വീട്ടിൽ അല്ലെങ്കിൽ സ്വർഗപ്പൂങ്കാവനത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുകയാണ്, കുല്ലു നഫ്സുൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു പറയുകയാണ്, ഏതൊരു ആളും മരിക്കും. ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവരെല്ലാവരും മരിക്കും. ഇനി ആ മരണം അവരത് ആസ്വദിക്കുകയും ചെയ്യും. നല്ലവനാകട്ടെ കെട്ടവനാവട്ടെ, ആ മരണം അവരെന്താണെങ്കിലും ആസ്വദിക്കും. ഇനി നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആസ്വാദനങ്ങളെല്ലാം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പരിപൂർണമായ പ്രതിഫലമല്ല, മറിച്ച് ആ പ്രതിഫലങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന് ശേഷമായിരിക്കും. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്.
ഇപ്പോഴീ കാട്ടുന്ന അല്ലെങ്കിൽ കാണുന്ന വിജയങ്ങളൊന്നും വിജയമേ അല്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങളും അത് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളിൽ നന്ദി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ അനുഗ്രഹങ്ങൾ നിലനിർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു പറയുകയാണ്, നാളെ മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു ദിനത്തിൻ്റെ അന്ന്, കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന അന്ന്, മാലിക് യൗമിദ്ദീനായ ആ ദിവസം, പ്രതിഫലം നൽകുന്ന ദിവസത്തിൽ മാത്രമാണ് അറിയുന്നത് ആരാണ് ഭാഗ്യവാൻ. ആര് നരകത്തിൽ നിന്ന് നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നവോ അവരാണ് വിജയികൾ. ഇനി ഐഹിക ജീവിതം എന്ന് പറയുന്നത് കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഐഹിക ജീവിതത്തിൻ്റെ സുഖാസ്വാദനങ്ങളിൽ മുഴുകി ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നാം മനസ്സിലാക്കുക, ഇത് കബളിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിൽ കബളിക്കലിൽപ്പെട്ട് നാം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറന്നുപോവുകയും സ്വർഗത്തിൽ അകറ്റപ്പെടുകയും ചെയ്യാതിരിക്കട്ടെ. അത്തരം ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വിഷയം ഖുർആനിൽ പറഞ്ഞ വിഷയം അള്ളാഹു ഖുദ്സിയായ ഒരു ഹദീസിൽ പറയാണ്, അഅദത്തു ലിഇബാദി അസ്സാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ ഫഖറഊ ഇൻ ശിഅ്തും ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അള്ളാഹു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ സജ്ജനങ്ങളായ അടിയാന്മാർക്ക് വേണ്ടി ഏതൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഏതൊരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ വസ്തുക്കൾ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കുന്നതും അതേപോലെ തന്നെ കാതുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സുഖാസ്വാദനങ്ങളുണ്ട്. ഈ സുഖാസ്വാദനങ്ങളെല്ലാം നാളെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സുഖാസ്വാദനങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല. അള്ളാഹു നാളെ പരലോകത്ത് ഒരുപാട് സുഖാസ്വാദനങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ എന്ന ആയത്ത് അവർ ഓതിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നാൽ അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായിക്കൊണ്ട് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി സ്വർഗത്തിൽ രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയാവുന്നതല്ല. നാം ചെയ്യുന്ന ഓരോ അമലുകൾക്കും അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിന്. റമദാനിൽ 7 മുതൽ 700 വരെ പ്രവർത്തനങ്ങൾ, ഫർദായ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു. സുന്നത്തായ പ്രവർത്തനങ്ങൾക്ക് ഫർദിൻ്റെ പ്രതിഫലം. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലങ്ങൾ കണക്കില്ലാത്ത അളവറ്റതാണ്. അള്ളാഹു പറഞ്ഞത് റമദാൻ്റെ അല്ലെങ്കിൽ നോമ്പിൻ്റെ പ്രതിഫലം അത് ഞാനാണ് നിശ്ചയിക്കുന്നത്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ജലാലിയത്ത്, അള്ളാഹുവിൻ്റെ മഹത്വത്തിനനുസരിച്ചിട്ട് ആ മഹത്വത്തിനനുസരിച്ചിട്ടുള്ള പ്രതിഫലമാണ്. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരാളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതിഫലമല്ല, മറിച്ച് ഈ ലോകവും ഇതിലെ സകല വസ്തുക്കളും ഇതുപോലെയുള്ള ഒരുപാട് ലോകങ്ങളും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുകയും സംഹരിക്കുകയും ഒക്കെ ചെയ്യുവാൻ കഴിവുള്ള പരമപരിശുദ്ധനായ അള്ളാഹുവിൻ്റെ ജലാലിയത്തിനും കമാലിയത്തിനുമെല്ലാം ഉതകുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഫലമാണ്. അത് നമ്മുടെ മനസ്സിൽ നമുക്കതിൻ്റെ വിശാലത, നമുക്ക് അതിരുകൾ അതിരുകൾ കാണാൻ പറ്റാത്തത്ര വിശാലമായ പ്രതിഫലങ്ങൾ നൽകുന്നവനാണ് അള്ളാഹു. അതിനെക്കുറിച്ചാണ് അള്ളാഹുവിനെ സിഫാത്തുകളിലൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ഈമാനിൽ ഉറപ്പിക്കേണ്ട അള്ളാഹുവിൻ്റെ കഴിവുകൾ, അതിൻ്റെ ജമാലിയത്ത്, അതിൻ്റെ ഭംഗി, അതിൻ്റെ കമാലിയത്ത്, അതിൻ്റെ പരിപൂർണത, അതിൻ്റെ ജലാലിയത്ത്, അതിൻ്റെ ശക്തി, ഇതെല്ലാം ഏതെല്ലാം രൂപത്തിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം
അത് നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് പിന്നെ കണക്കാക്കാൻ പറ്റില്ല. ആ ഒരു കണ്ണും കാണാത്തതും കാത് കേൾക്കാത്തതുമായിരിക്കും എന്ന് അള്ളാഹു പിന്നെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ഇനി സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ചില കർമ്മങ്ങൾ സമയമുണ്ടെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അതിലൊന്ന് സത്യവിശ്വാസം, സൽക്കർമ്മമാണ്. സത്യവിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഉടനീളം ഒന്നിച്ചു ചേർത്ത് പറയുന്നതാണ് ഈമാനും അമലു സ്വാലിഹാത്ത്. ഒരാൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ മുഅ്മിനായിരിക്കണം, മുസ്ലിം ആയിരിക്കണം. ആക്കിലും ബാലിയും ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ ഓരോ വിഷയത്തെക്കുറിച്ചും പറയുമ്പോൾ ഫിഖ് സുന്നയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മുസ്ലിമായിരിക്കണം, ആക്കിലുമായിരിക്കണം, ബാലികമായിരിക്കണം. മുസ്ലിമായിരിക്കണം, ബുദ്ധിയുള്ളവനായിരിക്കണം, അതേപോലെ തന്നെ പ്രായപൂർത്തിയെത്തൽ ഓരോ അമലുകൾക്കും നിർബന്ധമാകുന്നത് ചെയ്യേണ്ടതിനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മുസ്ലിമായിരിക്കണം, ആക്കിലായിരിക്കണം, ബാലികായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസിയായിരിക്കണം, സ്വബോധം ഉണ്ടായിരിക്കണം, ഭ്രാന്തനോ ബുദ്ധിയില്ലാത്തവനോ ആയിരിക്കരുത്, പിന്നെയോ പ്രായപൂർത്തി എത്തുകയും ചെയ്യണം. അപ്പോൾ ഈമാൻ, ഇതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിന് ഈമാനും അമലുസ്വാലിഹാത്തും വിശ്വാസവും സൽക്കർമ്മങ്ങളും വിശുദ്ധ ഖുർആനിൽ 80-ലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 73 തവണ ഇത് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരാകുന്നു സ്വർഗാവകാശികൾ. നമ്മൾ സ്വർഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ അവകാശികളുടെ കണ്ടീഷൻ എന്താണ്? അവർ വിശ്വസിക്കണം, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യും. ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് വെറുതെ കുത്തിയിരുന്നാൽ സ്വർഗത്തിൽ പോവുകയില്ല. അതേപോലെ തന്നെ വിശ്വാസമില്ലാത്ത പ്രവർത്തനവും പ്രവർത്തനമില്ലാത്ത വിശ്വാസവും സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ മുസ്ലിമാകുന്നത്, വിശ്വാസിയാകുന്നത്, സ്വർഗാവകാശിയാകുന്നത്. ഇനിയോ ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ അതിൽ ശാശ്വതമായി നശ്വരമായ ഇതിൽ നിന്ന് മാറി അനശ്വരമായ ലോകത്തേക്കാണ് അവരെത്തുന്നത്. മറ്റൊന്ന്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുലാ ഖാലിദീന ഫീഹാ ലാ യബഊന അൻഹാ ഹിവലാ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയിലും ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ 108-ാമത്തെ ആയത്താണിത്. എന്താണ്? തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. അള്ളാഹു പറഞ്ഞ വേട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് പ്രതിഫലം എന്നല്ല പറഞ്ഞത്, സൽക്കാരം എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, നമ്മളെ ആരെങ്കിലും സൽക്കരിക്കാൻ വിളിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള ഭക്ഷണമാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ ബഹുമാന ആദരപൂർവമായിരിക്കും അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അവരെ ഹോസ്പിറ്റാലിറ്റി മെൻറ്റാലിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആയിട്ടാണ് ഖുർആൻ സ്വർഗവാസികളെ കാണുന്നത്. ആ സ്വർഗത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. ഇനി അവരതിൽ നിത്യവാസികളായിരിക്കും. അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയുമില്ല. ഇതിൻ്റെ ശേഷം പറഞ്ഞു, വൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ. ആര് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നുവോ പ്രതീക്ഷിക്കുന്നുവോ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ. ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കുകയും ചെയ്യാതിരിക്കട്ടെ എന്ന് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൽക്കാരങ്ങൾ സ്വീകരിക്കുവാനുള്ള മാന്യമായ അതിഥികളായിട്ടാണ് ഖുർആൻ സ്വർഗാവകാശികളെ കാണുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി തഖ്വ, സ്വർഗത്തിൽ കടക്കുവാനുള്ള സത്യവിശ്വാസികളുടെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് തഖ്വ ഉണ്ടാകുക എന്നുള്ള സൂക്ഷ്മത ഉണ്ടാകുക. ഈ തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിനാ മൻ ഖാന തഖിയ്യ. നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആര് തഖ്വയുള്ളവരായിരുന്നുവോ അവർക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുന്ന സ്വർഗമത്രേ അത്. അപ്പോൾ സ്വർഗത്തിന് അവകാശികളാകണമെങ്കിൽ തഖ്വയുള്ളവരായിരിക്കണം. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. സൂക്ഷ്മത പാലിച്ചവർ തീർച്ചയായും നിർഭയമായ വാസസ്ഥലത്താകുന്നു. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം.
തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവർ രക്ഷിതാവിങ്കൽ അനുഗ്രഹങ്ങളുടെ സ്വർഗ പൂന്തോപ്പുകളുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കും, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ. തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ ഉദ്യാനങ്ങളിലും അരുവികളിലുമായിരിക്കും. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ. നിശ്ചയമായും സൂക്ഷ്മത പാലിച്ചവർ സ്വർഗത്തിൽ തണലുകളിലും അരുവികളിലുമായിരിക്കും. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലും ആയിരിക്കുകയും അവർക്ക് അവരുടെ രക്ഷിതാവ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ അതിനു മുമ്പ് സുകൃതം ചെയ്തവരായിരുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് എന്തായിരിക്കും പ്രതിഫലങ്ങൾ ലഭിക്കുന്നവരുമായിരിക്കുമെന്ന് ഒരുപാട് ആയത്തുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം 5 നേരത്തെ നമസ്കാരമാണ്. സ്വർഗത്തിൽ പോകുന്നതിനുള്ള കണ്ടീഷൻസിൽ മൂന്നാമതായിട്ട് നമ്മൾ പല വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മൂന്നാമതായിട്ട് പറയുന്നത് ഇന്നസ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു. നിസ്കരിക്കാത്തവർ സ്വർഗത്തിൽ പോകില്ല. നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിസ്കാരം ഇല്ലെങ്കിൽ എല്ലാം പോയി എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലേക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നമസ്കാരം പൂർണ്ണമായി കൃത്യമായി അത് അതിൻ്റെ വക്കത്തുകളിൽ തന്നെ കിതാബ് മൗഖൂത്ത തോന്നുമ്പോൾ നിസ്കരിക്കണം എന്നല്ല, കൃത്യമായി നമസ്കരിക്കണമെന്ന് തന്നെയാണ് ഖുർആൻ സത്യവിശ്വാസികളെ ഉണർത്തുന്നത്. അപ്പം അത് സത്യവിശ്വാസികളുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത പരിപൂർണമായി പാലിക്കുന്നവർക്കാണ് സ്വർഗം സന്തോഷമായി ലഭിക്കുന്നത്. ഷഹാദത്ത് കലിമ ഉച്ചരിച്ച ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഗൗരവപൂർവ്വം അവന്റെ മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള ഒരു നിർബന്ധ കർമ്മമാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിനെ പ്രബോധകനായി യമനിലേക്ക് അയച്ചപ്പോൾ ഇപ്രകാരം ഉപദേശിച്ചു: ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബി ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല ഫഇദാ അറഫു ദാലിക ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഫറള അലൈഹിം 5 സലവാത്തിൻ ഫീ യൗമിഹിം വലൈലിഹിം. പ്രിയപ്പെട്ട മുആദ്, വേദക്കാരുടെ നാട്ടിലേക്കാണ് താങ്കൾ പോകുന്നത്. നീ അവരെ ആദ്യം ക്ഷണിക്കുന്നത് തൗഹീദിലേക്കായിരിക്കണം. അവർ അത് മനസ്സിലാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ മേൽ പകലും രാത്രിയുമായി 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നുവെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും 5 നമസ്കാരങ്ങൾ അഥവാ അവയുടെ റുക്കൂകളും സുജൂദുകളും സമയങ്ങളും സൂക്ഷിച്ച് അവ യഥാവിധം നമസ്കരിക്കുകയും അവ അള്ളാഹുവിൽ നിന്നുള്ള ബാധ്യതകളാണെന്ന് അറിയുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു അവന് സ്വർഗം നിർബന്ധമായി. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നരകത്തിന് നിഷിദ്ധമായി. നമ്മുടെ സമയം ഏകദേശം ജമാഅത്തിന് 7 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത തുടർന്ന് വരുന്ന ആഴ്ചകളിൽ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ ക്ലാസ് നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. സ്വർഗം പ്രതിഫലം കിട്ടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, ഗുരുനാഥന്മാർ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ദോഷങ്ങൾ എല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവും സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമുക്കും നമ്മുടെ ഓരോ സഹോദരന്മാർക്കും അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും ആ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന്, കഠിനമായ മാറാവ്യാധികളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ എല്ലാം അള്ളാഹു നമ്മെയും നമ്മുടെ ഇഷ്ടജനങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും സ്നേഹിതരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഅ്മിനായി മരിക്കുവാൻ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. നാം ജീവിക്കുന്ന ഈ നാട്ടിലും ജനിച്ചു വളർന്ന നാട്ടിലും നമുക്ക് അന്തസ്സോടും അഭിമാനത്തോടും ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകണേ. ഒരുപാട് പ്രയാസങ്ങൾ പല വിധത്തിൽ പല രൂപത്തിൽ നമ്മുടെ ചുറ്റും കടന്നു വരുന്നുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം നിന്റെ മുന്നിൽ ഒന്നുമല്ല. ഈ വലിയ വലിയ അക്രമികാരികളായ ആളുകൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫിർഔനും ഖാറൂനുമെല്ലാം അവരെയെല്ലാം നീ ശിക്ഷിച്ചതുപോലെ ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന സകല അക്രമികാരികളെയും നീ നശിപ്പിച്ചു കളയണമേ തമ്പുരാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന മഹാസാധുക്കളായ മനുഷ്യരെ നീ സഹായിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഐശ്വര്യത്തിലുമാക്കി തീർക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു അമലായി നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഒരു മനുഷ്യൻ 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമെന്ന് നിന്റെ റസൂൽ ഞങ്ങളോട് കരാർ ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് നീ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമേ തമ്പുരാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളെ മറ്റെല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെല്ലാം ശാന്തിയും സമാധാനവും ആഹ്ലാദവും ഐശ്വര്യവും നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد. اللهم بارك لنا في أمورنا ويسر لنا أمورنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اشرح لنا صدورنا ويسر لنا أمورنا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين.